സോ ഗായ്സ് വെൽക്കം ടു ഗെയിം റവ് 2.0. സോ നിങ്ങൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ സ്റ്റോറി ഗെയിം കളിക്കാൻ ആഗ്രഹമുള്ളവരാണോ? എന്നാൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ്. കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടോപ്പ് 3 ബെസ്റ്റ് ഹൈ ഗ്രാഫിക്സ്ഡ് സ്റ്റോറി ഗെയിംസിനെ കുറിച്ചാണ്. അപ്പോൾ സ്റ്റോറി ഗെയിംസിന് വേണ്ടി തലപുകഞ്ഞ് ആലോചിച്ചവരായിരിക്കും നിങ്ങൾ. ബട്ട് ഇന്നത് വേണ്ട. സോ ഈ ലിസ്റ്റിലെ ഒന്നാമതായി വന്നിരിക്കുന്ന ഗെയിം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നേടുന്നതാണ്. സോ വീഡിയോ ചെയ്തിട്ട് വന്ന ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വന്നിരിക്കുന്നത് ദ വോക്കിംഗ് ഡെഡ് എന്ന് പറയുന്ന ഒരു സോംബി അഡ്വഞ്ചർ സ്റ്റോറി ബേസ്ഡ് ഗെയിമാണ്. സോ ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗെയിം തികച്ചും ഓഫ്ലൈനും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. സോ ഇത് ബാൻ ആയിട്ടൊന്നും പോയിട്ടില്ല. സോ ഇത് നല്ലൊരു സ്റ്റോറി ബേസ്ഡ് ഗെയിമാണ്. ഇതിൽ നമ്മൾ നായകൻ എന്ന് പറയുന്നത് ഒരു ജയിൽ പുള്ളിയും കൂടിയാണ്. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കാർ ആക്സിഡന്റ് അദ്ദേഹം രക്ഷപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്ന കഥയാണ് ഈ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഈ ഗെയിമിൻ്റെ MB എന്ന് പറയുന്നത് 1.9 GB ആണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ്. ആക്ഷൻ അഡ്വഞ്ചർ ഗെയിം വേണ്ടവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലേക്ക് പോവാം. സോ വേറൊരു കാര്യം കൂടി, ഈ ഗെയിമിൻ്റെ സീസൺ 2 കൂടി ഉണ്ട്. സോ അത് കളിക്കാൻ താല്പര്യമുള്ളവർ നേരെ അങ്ങോട്ട് പോവുക. സോ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വന്നിരിക്കുന്നത് ദ ലൈഫ് സ്ട്രേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമാണ്. സോ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ആൻഡ് റിയലിസ്റ്റിക് ഹൈ ഗ്രാഫിക്സ് ഉള്ള ഒരു മോഡേൺ ഗെയിമാണ്. സോ ഈ ഗെയിമിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളൊരു പെൺകുട്ടിയാണ്. നമുക്കങ്ങനെ ഒരു കൂട്ടുകാരൊന്നുമില്ല. ബട്ട് അതിൻ്റെ ഇടയ്ക്കാണ് നമുക്കൊരു പവർ കിട്ടുന്നത്. ആ പവർ എന്ന് പറയുന്നത് ടൈം ട്രാവലിംഗ് ആണ്. സോ അത് വെച്ച് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ തിരുത്തുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കൂട്ടുകാരെയും കിട്ടുന്നു. സോ അവളോടൊപ്പം നമ്മൾ പാർട്ടി നടത്തുകയും പിന്നെ കിറങ്ങി നടക്കുകയും അഡ്വഞ്ചറായിട്ടാണ് ഈ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഈ ഗെയിമിൻ്റെ കഥ എന്ന് പറയുന്നത്. സോ ഈ ഗെയിമിൻ്റെ MB എന്ന് പറയുന്നത് 1 GB ആണ്. സോ 1 GBക്ക് ഇത്രയും നല്ല ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിം വേറെ എവിടെയും കിട്ടത്തില്ല. സോ ഈ ഗെയിമിന് വേണ്ടി ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലേക്ക് പോയിക്കോളൂ. സോ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വന്നിരിക്കുന്നത് ദ ബാറ്റ്മാൻ ടെൽടെയിൽ സീരീസ് ആണ്. സോ ഈ സീരീസ് എന്ന് പറയുന്നത് നല്ലൊരു ഹൈ ഗ്രാഫിക്സ്ഡ് ആൻഡ് നല്ല സ്റ്റോറി ബേസ്ഡ് ഒരു ഗെയിമാണ്. സോ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. സോ നിങ്ങളിത് കളിച്ച് തന്നെ അറിയണം. ബട്ട് ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഇത് നിങ്ങൾ APK അല്ലെങ്കിൽ മറ്റു ആപ്സിൽ നിന്ന് കേട്ടാൽ നോക്കുക. ബട്ട് ഇതിൻ്റെ MB എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. റാൻഡം ആയിട്ടുള്ളൊരു MB ആണ്. ഓരോരോ സൈറ്റിൽ നിന്നും APK എന്നൊക്കെ കയറ്റുമ്പോൾ റാൻഡം ആയിട്ടുള്ള MB ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇതൊരു ഹൈ ഗ്രാഫിക്സ് നല്ലൊരു ഗെയിമാണ്. ഇതിനെക്കുറിച്ച് അധികം പറയാനില്ല. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേപോലത്തെ ഗെയിം റിവ്യൂ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തടുത്ത ഗെയിംസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ബൈ.